നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPLൻ്റെ താരലേലം കഴിഞ്ഞ് ടീമുകളെയൊക്കെ ഇപ്പോൾ ആരാധകരൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓരോ ടീമുകളുടെ ഓപ്ഷനിലെ പ്രകടനങ്ങളും അത് കഴിഞ്ഞുള്ളവരുടെ സ്ക്വാഡിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് വ്യത്യസ്ത വീഡിയോകളിലൂടെ ചർച്ച ചെയ്തതാണ്. പല സുഹൃത്തുക്കളും ആവശ്യപ്പെടുന്ന ഒരു പവർ റാങ്കിങ്, ടീമുകളുടെ സ്ട്രെങ്ത്തൊക്കെ വെച്ചൊരു പവർ റാങ്കിങ് അവതരിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ ഒരു പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇത് നമ്മുടെ ക്രിയേഷനല്ല. ഈ പവർ റാങ്കിങ് വിസ്ഡൻ്റെ പവർ റാങ്കിങ് ആണ്. അപ്പോൾ ആധികാരികമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്രസിദ്ധീകരണത്തിൻ്റെ പവർ റാങ്കിങ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 10 ടീമുകളിൽ 10ാം സ്ഥാനം അവർ കൊടുക്കുന്നത് രാജസ്ഥാൻ റോയൽസിനാണ്. രാജസ്ഥാൻ റോയൽസിന് ഏറ്റവും താഴ്ന്ന സ്ഥാനമാണ് കൊടുക്കുന്നതെന്നർത്ഥം. അതിൻ്റെ കാരണം ഇപ്പോൾ അവർക്ക് കിടിലൻ ബാറ്റിംഗ് ഉണ്ട്. ജയ്സ്വാളും സൂര്യവംശിയും ചേർന്നുള്ളൊരു കിടിലൻ ഓപ്പണിംഗ് ഉണ്ട്, ഡേഞ്ചറസ് ഓപ്പണിംഗ് പ്ലെയേഴ്സ്. പക്ഷേ ആ ത്രെട്ട് ഏതാണ്ട് അവിടെ അങ്ങ് അവസാനിക്കുകയാണെന്നാണ് വിസ്ഡൻ നിരീക്ഷിക്കുന്നത്. പിന്നെയുള്ള ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഡെപ്ത്ത് എന്നൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഹെറ്റ്മെയർ കൂടാതെ അത്തരത്തിൽ കളിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ കുറവാണ്. ഇപ്പോൾ റിയാൻ പരാഗും ജുറലും ഒക്കെ നമുക്ക് പറയാമെങ്കിലും ഹോട്ട് ആൻഡ് കോൾഡ് എന്ന രൂപത്തിലാണ്, മിന്നും അല്ലെങ്കിൽ മങ്ങും എന്ന രൂപത്തിലാണ് അവരുടെയൊക്കെ ഒരു കളിയുടെ രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമാണ്. പിന്നെ ജഡേജയെ സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ജഡേജ പഴയ അതേ രൂപത്തിൽ ഡെത്ത് ഓവറിലൊക്കെ വന്ന് അങ്ങനെ ഹിറ്റ് ചെയ്യുന്നു ഇപ്പോൾ കാണാറില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. പിന്നെ അവരുടെ പേസ് അറ്റാക്കിൻ്റെ കാര്യത്തിൽ ആർച്ചറും മഫാക്കയും ബർഗറുമാണുള്ളത്. പിന്നെ മിൽനയെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചുറി പ്രോണാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. ആർച്ചറാണെങ്കിലും മിൽനയാണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അവരുടെ സ്പിൻ ഡ്യുവോയെ അവർ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ബിഷ്ണോയ് അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ അവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഏതായാലും കഴിഞ്ഞ 1-2 സീസണുകൾ എന്ന് പറഞ്ഞാൽ ബിഷ്ണോയ്ക്ക് അത്ര മികച്ചതല്ല എന്ന കാര്യം കൂടി ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് സ്ക്വാഡിൽ കുറേ കൺസേൺസ് ഉണ്ട് എന്നത് പരിഗണിച്ചാണ് അവർക്ക് റാങ്കിങ്ങിൽ 10ാം സ്ഥാനം കൊടുക്കുന്നത്. 9ാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. നമുക്കറിയാം ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ അവരുടെ പേപ്പറിൽ എങ്ങനെയാണോ സ്ക്വാഡുള്ളത് അതിനേക്കാൾ അപ്പുറത്തേക്കുള്ളൊരു പെർഫോമൻസ് പലപ്പോഴും അവരിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ അവരുടെ ഓപ്പണിംഗ് പെയറിൽ തന്നെയാണ് അവർക്ക് കൂടുതലായിട്ട് വിശ്വാസമുള്ളത് എന്ന് പറഞ്ഞാൽ സായ് സുദർശൻ, ഗില്ല്, ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട്. പിന്നെ പിന്നാലെ ജോസ് ബട്ട്ലറുടെ വരവ്. അപ്പോൾ ഈ 3 പേരാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ ബാറ്റിങ് മിഡിൽ ഓർഡറും മറ്റുമൊക്കെ അത്രത്തോളം മികച്ചതാണോ എന്നുള്ളതാണ്. ഫിലിപ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹോൾഡർ ഉണ്ടാവും, ദെൻ വാഷിങ്ടൺ, ഷാരൂഖ്, തെവാറ്റിയ, ഇങ്ങനെ പോകും. പിന്നെ അവരുടെ പേസ് അറ്റാക്ക് നമുക്കറിയാമല്ലോ, ഇന്ത്യൻ ഹെവി പേസ് അറ്റാക്കാണ് അവർക്കുള്ളത്. എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ GTയെ കണ്ടിട്ടുള്ളത് എന്താണോ അവരുടെ ഒരു കപ്പാസിറ്റി നമ്മൾ ഓൺ പേപ്പറിൽ കാണുന്നത് അതിനേക്കാൾ കൂടുതൽ മികവ് പലപ്പോഴും അവർ കാണിക്കാറുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ 9ാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് വരുമ്പോൾ 8ാം സ്ഥാനത്താണ് ലക്നൗ സൂപ്പർ ജയൻസിന് ഇടം കൊടുത്തിരിക്കുന്നത്. അതായത് അത്ര വലിയ ഒരു സാധ്യത കൽപ്പിക്കാത്ത തരത്തിലാണ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെയും സ്ഥാനം. ഇവിടെയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ടോപ്പ് ഹെവിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്വാഡുകളൊക്കെ പോലെ ടോപ്പ് ഹെവിയാണ് അവരുടെ ബാറ്റിങ്. മാർഷ്, മർക്രം, പൂറൻ, പന്ത്, ഇങ്ങനെയുള്ള വളരെ സൂപ്പർബായിട്ടുള്ള ടോപ്പ് 4 ഉണ്ട്. ദെൻ ബാറ്റിങ്ങിന് അതേ ഒരു മികവ് തുടരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ബദോനി, സമദ്, ഷഹബാസ് തുടങ്ങിയവരാണ് പിന്നാലെ വരാനുള്ളത്. ബൗളിംഗ് ലൈനപ്പിൽ അത് ക്ലിക്കാകുകയാണെങ്കിൽ എതിരാളികൾക്ക് നൈറ്റ്മെയർ ഉണ്ടാക്കും. അങ്ങനെയുള്ളൊരു ബൗളിംഗ് ലൈനപ്പ് അവർക്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മിക്ക ബൗളേഴ്സും പേസേഴ്സും ഇഞ്ചുറി പ്രോണാണെന്നുള്ളതാണ്. ഇവർ ഫിറ്റാവുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. സോ അതാണ് അവരുടെ കാര്യത്തിലുള്ളൊരു വിശദീകരണം. ദെൻ നമ്പർ 7 ആണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്ക്വാഡിന് കൊടുത്തിരിക്കുന്നത്. CSK പോയ സീസണിൽ അത്ര മികച്ചൊരു പ്രകടനമല്ല നടത്തിയിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ സീസണിൽ എന്തായാലും CSK മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അധികവും യുവതാരങ്ങളെ അവർ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അത് തന്നെയാണ് അവരുടെ ഈ ഓപ്ഷനിലൊക്കെ ഉണ്ടായിട്ടുള്ള വളരെ പ്രത്യേകത.
14.2 കോടി വീതം അവർ പ്രശാന്ത് വീറിനും കാർത്തികിനുമായിട്ട് കൊടുത്തു. പക്ഷേ അവിടെയുള്ള സ്റ്റിൽ അവർക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മെയിൻലി ഡെത്ത് ഓവറിലാണ് ആ ഒരു പ്രശ്നമുള്ളത്. ഇപ്പോൾ എല്ലീസ് ആണെങ്കിലും എൻട്രി ആണെങ്കിലും ഒക്കെ ആ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ തിളങ്ങിയേക്കാമെന്നതിനപ്പുറത്തേക്ക് ഡെത്ത് ഓവറിൽ അവർക്ക് എന്തുണ്ടാക്കാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ കംബോജ് 2025 വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. പിന്നെ സ്പിൻ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ സ്പിന്നേഴ്സ് ക്ലിക്കാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നൂർ അഹമ്മദ് അഥവാ ഔട്ട് ഓഫ് ഫോമിലേക്ക് എങ്ങാനും പോയാൽ രാഹുൽ ചാഹറിനെ കൊണ്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. സോ അതാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു കാര്യം. ദെൻ നമ്പർ 6 വരുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. SRH കഴിഞ്ഞ തവണ മികച്ച സ്ക്വാഡും കൊണ്ടൊക്കെ വന്നിട്ടും പക്ഷേ പിന്നീട് അവർക്ക് ആ ഒരു അതേ മികവ് കളിക്കളത്തിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ തവണ കുറേ മാറ്റങ്ങളിലേക്ക് അവർ പോയി. ബേസ് പ്രൈസിന് കുറേ താരങ്ങളെ എടുത്തിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പവർ പാക്ക്ഡ് ബാറ്റിംഗ് ലൈനപ്പാണ് അവരുടെ ശക്തി. അതായത് നമ്മുടെ അഭിഷേക് ശർമ്മയും അതുപോലെ ട്രാവിസ് ഹെഡും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. പിന്നെ ഇഷാൻ കിഷൻ വരുന്നു, നിതീഷ് കുമാർ റെഡ്ഡി വരുന്നു, ഹെൻറി ക്ലാസം വരുന്നു. പിന്നെ പുതുതായിട്ട് സൈനിങ് നടത്തിയിട്ടുള്ള ലിയാം ലിവിങ്സ്റ്റൺ ഉണ്ട്. സോ അവരുടെ ബാറ്റിങ് വീണ്ടും പവർ പാക്ക്ഡ് തന്നെയാണ്. പക്ഷേ ബൗളിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു വറിയാണ്. കമിൻസിനെ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉനദ്കഡ്, ഹർഷൽ പട്ടേൽ, ശിവം മാവി തുടങ്ങിയവരൊക്കെ ആശ്രയിക്കേണ്ടി വരും. പലപ്പോഴും ഈ താരങ്ങൾ വളരെ എക്സ്പെൻസീവായി പോകുന്നു നമ്മൾ കാണാറുണ്ട്. പിന്നെ ലാക്ക് ഓഫ് സ്പിന്നേഴ്സ് ഒരു കൺസേൺ ആണ്. പ്രധാനമായിട്ടും ഷിഷിൻ അൻസാരിയൊക്കെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്ത് പോവേണ്ട ഒരു സ്ഥിതിവിശേഷം അവിടെയുണ്ട്. സോ അതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ അറിയാമല്ലോ, അപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദ് മറ്റ് ചില താരങ്ങളെ കൂടി ഇപ്പോൾ റിസ്റ്റ് സ്പിന്നേഴ്സായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം ഫുലെട്ര, അതുപോലെ ശിവം കുമാർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും എത്രത്തോളം അതൊക്കെ അവർക്ക് സക്സസ്ഫുള്ളാക്കി എടുക്കാൻ പറ്റും, ഈ ചെറിയ തുകക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ള താരങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്നുള്ളതൊക്കെ നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്നേ പറയാൻ പറ്റുകയുള്ളൂ. ദെൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് 5ാം സ്ഥാനത്തേക്ക് വരുന്നത്. KKRനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഓപ്ഷനിൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മൂവ് ഒന്ന് ക്യാമറൺ ഗ്രീന് വേണ്ടി നടത്തിയിട്ടുള്ള മൂവ് തന്നെയാണ്. അതിലൊരു സർപ്രൈസും ഇല്ല. കാരണം അത് ആന്ധ്ര റസലിന് പകരം അവർക്കൊരു മികച്ച ഓൾറൗണ്ടറെ ആവശ്യമായിരുന്നു. പിന്നെ പേസ് ബൗളിംഗ് അറ്റാക്കിന് വേണ്ടി അവർ നന്നായിട്ട് പണം ചെലവഴിച്ചു. അതിൽ പതിരാനയ്ക്ക് വേണ്ടി പണം ഒഴുക്കി, അതുപോലെ തന്നെ മുസ്തഫിസുർ റഹ്മാന് വേണ്ടി പണം ഒഴുക്കി. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈഡൻ ഗാർഡൻസിൽ നമുക്കറിയാം IPL പേസേഴ്സിന് അത്ര അങ്ങ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടൊന്നുമല്ല. പക്ഷേ നല്ലൊരു സ്പിൻ ബൗളിംഗ് ഡിയോ അവർക്കുണ്ട്. സുനിൽ നാരായണനും വരുൺ ചക്രവർത്തിയും ഉണ്ട്. സോ മോശമല്ലാത്തൊരു സ്ക്വാഡ് അവർ അസംബിൾ ചെയ്തിട്ടുണ്ട്. നമ്പർ 5 അവർ വരുന്നത്. പവർ റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്താണ് പഞ്ചാബ് കിങ്സ് ഉള്ളത്. ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ അതേ സ്ക്വാഡ് തന്നെ അവർ നിലനിർത്തുകയായിരുന്നല്ലോ. സോ അങ്ങനെ തന്നെയാണ് അവരുള്ളത്. വലിയ മാറ്റങ്ങളിലേക്ക് അവർ പോയിട്ടില്ല. പക്ഷേ അവർ സ്ക്വാഡിലേക്ക് ഡോർഷിസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ എൻസന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പോയ സീസണൊക്കെ അപേക്ഷിച്ച് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്പിൻ ബൗളിങ്ങിലാണ് ഒരു പ്രശ്നം. ചാഹലിന് അത്രത്തോളം ഒരു സപ്പോർട്ടുണ്ടോ മറ്റുള്ളവരിൽ നിന്നുള്ളൊരു ചോദ്യമുണ്ട്. ബാറ്റിംഗ് ലൈനപ്പ് ഏതാണ്ട് ലാസ്റ്റ് സീസണിലെ സെയിം അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ് തന്നെയുണ്ട്. ടീമിനെ നയിക്കുന്നത് ശ്രേയസ് അയ്യരാണ്. എല്ലാം കൂടി നോക്കുമ്പോൾ നല്ല സാധ്യത ഇത്തവണയും കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ അവർ ഫൈനൽ വരെ എത്തിയല്ലോ. സോ നല്ല സാധ്യതയുണ്ട്. 3ാമത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വരികയാണ്. ബംഗളൂരു നിലവിലെ ചാമ്പ്യന്മാരാണ്. ഇത്തവണയും അവരുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ എന്തായാലും ആരാധകർക്കൊക്കെ ഉണ്ട്. ദെൻ നോക്കുക, അവരുടെ ടീമിൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഒരു ഫോമിഡബിൾ സൈഡാണ്. പിന്നെ വെങ്കടേഷ് അയ്യരെ അവർ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തു. അതവർ ആഗ്രഹിച്ച് ആഡ് ചെയ്തതാണ്. ദെൻ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ എത്തിക്കാൻ പറ്റിയില്ല. ആ പ്രശ്നം അവർ ഇത്തവണ പരിഹരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മികവ് അദ്ദേഹത്തിന് തുടരാൻ പറ്റുകയാണെങ്കിൽ ടീമിന് ഗുണം ചെയ്യും. പിന്നെ മങ്കേഷിനെ എത്തിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ് പ്രീമിയർ ലീഗിൽ മികച്ച രൂപത്തിലുള്ള ബൗളിംഗ് നടത്തിയിട്ടുള്ളതാണ്. സോ അത് അവരുടെ ബൗളിംഗ് അറ്റാക്കിന് സഹായകരമാകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. പിന്നെ ജേക്കബ് ഡഫിയെ എത്തിച്ചു. അത് ഹേസൽവുഡിന് ഒരു കവറായിട്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള ഗുണം കൂടിയുണ്ട്. സോ ഓൾമോസ്റ്റ് നല്ലൊരു സ്ക്വാഡ് RCBക്ക് ഉണ്ട്. അവരാണ് പവർ റാങ്കിങ്ങിൽ 3ാമത്. പവർ റാങ്കിങ്ങിൽ 2ാമത്
അറിയാമല്ലോ, മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ അവരുടെ സ്ക്വാഡൊക്കെ നോക്കിയാൽ ഏതാണ്ട് 2019 ആ ഒരു ടൈറ്റിൽ വിന്നിങ് സ്ക്വാഡിൽ മിക്കവരെയും അവർ വീണ്ടും എത്തിച്ചിട്ടുണ്ട് എന്ന തോന്നലാണ് സ്ക്വാഡ് ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്കുണ്ടാവുക. ഓൾറെഡി അറിയാലോ, ഇന്ത്യൻ ടീമിലെ ടോപ്പ് T20I പ്ലെയേഴ്സ് അവിടെ ഉണ്ട്. അതാണ് അവരുടെ സ്ക്വാഡിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ സൂര്യകുമാർ യാദവ് ആണെങ്കിലും ജസ്പ്രീത് ബുംറ ആണെങ്കിലും തിലക് വർമ്മയാണെങ്കിലും ഇന്ത്യൻ ടീമിലെ സുപ്രധാന താരങ്ങൾ, ഹാർദിക് പാണ്ഡ്യ, 4 താരങ്ങൾ പ്രധാനപ്പെട്ടവർ അവരുടെ സ്ക്വാഡിലുണ്ട്. പിന്നെ ഹിറ്റ്മാനെ പോലെയുള്ളവർ അവിടെ ഉണ്ട്. ആ കൂട്ടത്തിലേക്കാണ് QDKയെ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അവരുടെ ടീമിന് കൂടുതൽ ശക്തി പകർന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. 2ാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ്. ഒന്നാമത് ഈ പവർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം കൊടുക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിനാണ്. ഡൽഹി ക്യാപിറ്റൽസ് ഓപ്ഷനിലും മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു. അവർക്ക് ഓപ്പണിംഗ് പേയേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. ബെൻ ഡക്കറ്റിനെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഒരു പക്ഷേ പൃഥ്വി ഷായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്തേക്കാം. പോറൽ അവിടെയുണ്ട്, അശുതോഷ് ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്, KL രാഹുലുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മില്ലറെ കൂടി കൊണ്ടുവരുന്നത്. സോ നല്ല ഫയർ പവർ അവർക്കുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, രാഹുലും റാണയും ഇപ്പോൾ എന്തെങ്കിലും കൊളാപ്സ് വരികയാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ബാറ്റർമാരായിട്ട് അവിടെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ തവണ അദ്ദേഹം ഒരു ബ്രേക്ക് ഔട്ട് ഓൾറൗണ്ടർ ആയിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റാർക്കിന് കവറായിട്ട് ഇപ്പോൾ KL ജാമീസിനെ അവർ കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ ഓൾറെഡി കുൽദീപും അക്സറും അവിടെ സ്പിൻ ബൗളിങ്ങിനുണ്ട്. സോ എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് നടക്കുകയാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ചേരുവയുള്ള ടീമാണ്. വ്യത്യസ്ത കണ്ടീഷനുകളോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ താരങ്ങളും അവരുടെ സ്ക്വാഡിലുണ്ട്. നോക്കുക, അപ്പോൾ അവർ പുതുതായിട്ട് കൊണ്ടുവന്നവരിൽ അക്യൂബ് നബിയെ പോലുള്ള പേസ് ബോളറുണ്ട്. സോ T നടരാജൻ ഓൾറെഡി അവിടെ ഉള്ളതാണ്. സ്റ്റാർക്ക് ഓൾറെഡി അവിടെ ഉള്ളതാണ്. സോ എല്ലാം കൂടി നോക്കുമ്പോൾ അവരൊരു മികച്ച സ്ക്വാഡ് തന്നെയാണ്. സോ പവർ റാങ്കിൽ 1ാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ്. വളരെ പെട്ടെന്ന് നമ്മൾ നോക്കുകയാണ്. 1 ഡൽഹി ക്യാപിറ്റൽസ്, 2 മുംബൈ ഇന്ത്യൻസ്, 3 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, 4 പഞ്ചാബ് കിങ്സ്, 5 KKR, 6ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്, 7 ചെന്നൈ സൂപ്പർ കിങ്സ്, 8 ലക്നൗ സൂപ്പർ ജയൻസ്, 9 ഗുജറാത്ത് ടൈറ്റൻസ്, 10 രാജസ്ഥാൻ റോയൽസ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.